ഈ പ്രാർത്ഥനയ്ക്കാണ് സ്വർഗം വലിയ വില കൽപ്പിക്കുന്നത്. ശുദ്ധ അമ്മ പറയുന്നു, നീ സ്നേഹത്തോടെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പ്രാർത്ഥനയാണ്. ഈശോ സഹിച്ചതും വേദന സഹിച്ചതും ഒറ്റപ്പെട്ടതും കുരിശിൽ തൂങ്ങിയതും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഈശോയുടെ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഈശോയെ, നീ എന്നെ അറിഞ്ഞത് ആ കുഞ്ഞും ഈശോയെ അറിയണമേന്ന്. നീ ഒരു വ്യക്തി ഉറച്ചു നിന്നാൽ, നീ ഒന്നിച്ചു നിന്നാൽ, മറ്റാരുമില്ല ഈശോയെ, ഞാൻ നിൽക്കും ഈശോയെ എന്ന് പറഞ്ഞ് ബലപ്പെട്ട് നിന്നാൽ അതുവഴി ഈശോ അനേകം ആത്മാക്കൾ വരും. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടുന്നവരുടെ പ്രത്യേകത എന്നാ? മറ്റുള്ളവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ബലപ്പെടുകയും ചെയ്യണം. കോവിഡ് കഴിഞ്ഞ ശേഷം, കോവിഡിന് മുമ്പും മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു 4 വർഷം. കോവിഡിന് ശേഷം 3 വർഷമായിട്ട് അടുപ്പിച്ച് ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് രാവിലെ 9 മുതൽ 4 മണി വരെ ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 3 വർഷമായിട്ടും അവിടെ ഒച്ചയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, സൈലന്റ് ആയിട്ടിരുന്ന് ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ പിന്നെ ഇതിനകത്ത് നമ്മൾ കേൾക്കുന്ന വലിയ വലിയ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ബോധ്യം കിട്ടുന്ന ഒരു പോയിന്റ് നിങ്ങളുടെ പേന എടുത്തുനിന്ന് എഴുതി വെക്കണം. നമ്മൾ ഓരോ കാര്യം അവസാനം പോയിന്റ് ആയിട്ട് പറയുമ്പം അത് മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം വേറൊരു വ്യക്തിക്ക് വേറൊരു രീതിയിലായിരിക്കും മനസ്സിലാകുന്നത്. അപ്പൊ നമ്മളൊരു കൂട്ടായ്മയാകുമ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. ഞാനിതിന് ഇന്നത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് ആമുഖമായിട്ട് പറയുന്നതാണ്. ഞങ്ങൾക്ക് കോവിഡ് ആയപ്പം വലിയ ചേട്ടന്മാരുടെ കൂടെ പല സ്ഥലങ്ങളിലുള്ള ശുശ്രൂഷയുണ്ട്. അപ്പൊ അതിനകത്ത് മെസ്സേജ് കിട്ടുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ കൂടുന്നതാണ്. അപ്പൊ അങ്ങനെ പല വീടുകളിലിരുന്ന് പല സ്ഥലത്തിലിരുന്ന് കൂടുന്നവരെ ഈശോ ആ ശുശ്രൂഷയെ വലുതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളില് നമുക്ക് തന്നെ തോന്നും, എന്നും ഒരു കൂട്ടായ്മ കൂടുമ്പം ഇതൊരു കൂട്ടായ്മയല്ലേ, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ. അതായത് നമുക്ക് കിട്ടുന്ന ആ വിളിയെയും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയും നമ്മുടെ ഉള്ളിൽ ചിന്താമണ്ഡലത്തിൽ പിശാച് അതിനെ ചെറുതാക്കി കാണിക്കും. ഇതൊരു കൂട്ടായ്മയല്ലേ, എപ്പോഴും കയറിയാൽ മതി, സമയമുണ്ടെങ്കിൽ കയറിയാൽ മതിയല്ലോ. അങ്ങനെ പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ പല സ്ഥലങ്ങളിൽ ഇരുന്നാണെ പോലും ഈ ഒരു സമയം അല്ലെങ്കിൽ ഏതെങ്കിലും സമയം കൂട്ടായ്മയിൽ നമ്മൾ കയറുമ്പം അതിനെ ഈശോ കാണുന്നത് വലുതായിട്ടാണ് കാണുന്നത്. പലരും പല സമൂഹത്തിലേക്കുന്ന ഒരേ ആത്മാക്കൾ ഒരുമിപ്പിക്കുന്നു. ഇതുപോലെ ആ പ്രാർത്ഥനയെ പിശാച് കാണുന്നതും വലുതായിട്ടാണ്. എന്നിട്ട് സാത്താൻ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഇതിനെ ചെറുതായി കാണുവാനുള്ള പ്രവണത തന്നുകൊണ്ട് നമുക്കിരിക്കും. ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥിക്കുന്ന പല രീതിയിൽ ആൾക്കാരുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്. പ്രാർത്ഥന ഒരു ബന്ധമാണ്. എന്താണ് ബന്ധം എന്ന് പറയുന്നത്? ശിഷ്യന്മാര് വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ല, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കാൻ പറയുമ്പോൾ ഈശോ പറയുന്ന ആദ്യത്തെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കേട്ടോ? അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഇത് എൻ്റെ അമ്മയാണ്, ഇത് ഞങ്ങളുടെ അച്ചാച്ചനാണ്, ഇത് ഞങ്ങളുടെ അമ്മയാണെന്ന് പറയുന്നത് ഈശോ പറയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പം പ്രാർത്ഥന ഒരു ബന്ധമാണ്. അപ്പോൾ പ്രാർത്ഥന ഒരു ബന്ധം. അത് ബന്ധം എന്ന് പറയുന്നത് നമ്മൾ വാഗൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതല്ല, ഒരു വ്യക്തിയുമായിട്ടുള്ള ഹൃദയബന്ധമാണ്. ബന്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ബന്ധമുള്ള വ്യക്തികളോടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാർ ബസ്സിൽ കയറുന്നുണ്ട്. പക്ഷെ ആ ബസ്സിൽ കയറുന്ന എല്ലാവരും നിങ്ങൾ ഓടി ഓടി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ആരോടാണോ പരിചയം, ബന്ധമുള്ളത്, കോളേജിലായിരിക്കാം, അല്ലെ പഠിക്കുന്ന സ്ഥലത്തോ ജോലി എവിടെയും ബന്ധമുള്ള വ്യക്തിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വാക്കുകൾ തനിയെ കൂടുതലായിട്ട് വരും, അല്ലേ? അപ്പം ബന്ധമില്ലാത്ത വ്യക്തികളോട് നമ്മൾ അധികം വാക്കുകൾ ഉപയോഗിക്കത്തില്ല. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്. വേദാട ക്ലാസ് നമ്മൾ കേൾക്കുന്നു, നമ്മൾ കേട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതിന് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതിന് ശക്തി ഉണ്ടാവും. വേദാട ക്ലാസ് ചെറുപ്പത്തിലൊക്കെ ടീച്ചർ പഠിപ്പിക്കും, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയോടുള്ള സംഭാഷണമാണ്. അപ്പോൾ ചില വ്യക്തികൾ ഓർക്കും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ, കർത്താവ് പരിശുദ്ധാത്മ ഇറങ്ങി. അല്ല, പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇതാണ്. ഒരു വ്യക്തി ഇങ്ങനെ പറയണേ, ഈശോയെ, എനിക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല. ഈശോയോട് വെറുതെ ഒരു മുറിക്കകത്തിരുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഈശോയെ, ഈ കൂട്ടായ്മയിൽ ഇപ്പൊ എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ഇതിൽ എങ്ങനെയാ എനിക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ആ പറയുന്നതാണ് പ്രാർത്ഥന. കാരണം ആ ഒരു വ്യക്തി ഹൃദയത്തിൽ നിന്ന് ഈശോയോട് സംസാരിക്കണം, ഈശോയെ, ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, നീ എന്നെ സഹായിക്കണമേ.
അതാണ് പ്രാർത്ഥന. അല്ലാതെ നമ്മൾ എപ്പോഴാണ് ഈ വ്യക്തികൾക്ക് ഈശോയോട് സംസാരിക്കാൻ വാക്കുകൾ കൂടുതൽ കിട്ടുന്നത്? ബന്ധത്തിൽ നിന്നാണ്. ബന്ധമുണ്ടാകുന്നത് നമുക്ക് വിശുദ്ധിയിൽ നിന്നാണ്. ഈശോയോടുള്ള നമ്മൾ എത്രമാത്രം വിശുദ്ധി പാലിക്കുവാൻ ശ്രദ്ധിക്കുന്നു, അതനുസരിച്ച് അതൊക്കെ ബന്ധം ഉണ്ടാകുന്നത്, ഈശോയായിട്ട് ബന്ധം ഉണ്ടാകുന്നത്. ആ ബന്ധത്തിൽ നിന്നാണ് ഒരു വ്യക്തികൾക്ക് വാക്കുകൾ അധികം ഉണ്ടാകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൂട്ടുകാരനല്ല, കൂട്ടുകാരി അല്ലാത്ത പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ബന്ധമില്ല, ആ വ്യക്തിയോട് അധികം നമ്മൾ സംസാരിക്കുക, ഹായ് എന്തായാലും ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു പോയി. ബന്ധമുള്ള വ്യക്തിയോടാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റാണ്, അതൊരു ബന്ധമാണ്. അപ്പോൾ ഈ ബന്ധം കിട്ടുവാൻ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ബന്ധം കിട്ടിയ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? അവനെ പ്രാർത്ഥിക്കാൻ ആരും പുറകെ നിന്ന് തള്ളണ്ട. അവൻ എവിടെയാണ് ദിവികാരിച്ചാപ്പലുള്ളത്, എവിടെയാണ് ഒരു സമയം അല്പസമയം കിട്ടുന്നത്, എവിടെയാണ് വൈകിട്ട് ജോലിയില്ല അദ്ദേഹത്തിന് കിടക്കുന്നതിന് മുമ്പായാലും കുറച്ച് നിന്ന് പറയാം, അവനെ പ്രാർത്ഥിക്കുവാൻ ആരും ഉന്തണ്ട വരുവല്ല. കാരണം അവന് ബന്ധമുള്ളത് കൊണ്ട് അവൻ എവിടെയാണ് ചാപ്പല്, എവിടെയാണ് സ്ഥലങ്ങൾ നോക്കി മാറി മാറി ഇങ്ങനെ നടക്കും. അപ്പം പ്രാർത്ഥന ഒരു ബന്ധമാണ്. ബന്ധമുള്ള വ്യക്തിയുടെ അടുത്ത് നമ്മൾ ആരും പ്രത്യേകിച്ച് നിർബന്ധിച്ചു പോകേണ്ട ആവശ്യമില്ല. ആ വ്യക്തി തനിയെ ചെല്ലും, ആ ബന്ധമുള്ള വ്യക്തിയെ തനിയെ വിളിക്കും, ആ ബന്ധമുള്ള വ്യക്തിയെ നമ്മൾ കാണാൻ ആഗ്രഹിക്കും. അങ്ങനെയാണ് ബന്ധം. അപ്പൊ പ്രാർത്ഥന ഒരു ബന്ധമാണ്. അത് ആദ്യമേ നമ്മൾ ചിന്തിക്കുക. ഇനി പ്രാർത്ഥിക്കുന്നത് രണ്ട് രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന്, കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കും. രണ്ട്, വ്യക്തിപരമായി പ്രാർത്ഥിക്കും. അപ്പോൾ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് നമുക്ക് ഈശോയുമായിട്ടുള്ള ബന്ധം. ഇനി ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു വ്യക്തി പ്രാർത്ഥനാ ജീവിതത്തിലേക്കോ ആത്മീയതയിലേക്കോ ആദ്യം വരുമ്പോഴേ അവന് വ്യക്തിപരമായ പ്രാർത്ഥന പഠിപ്പിക്കുവാനും വിശുദ്ധിയിൽ വളർത്തുവാനും ഈശോ ഏതൊരു വ്യക്തിക്കും നൽകുന്നതാണ് കൂട്ടായ്മ നൽകും. അത് ഏതൊരു ഇപ്പൊ GCUത്തിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ഇപ്പം ഈശോ പറഞ്ഞല്ലോ, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ. അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ശാലോമില് അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ കോളേജില് ഇന്ന ഓരോ സ്ഥലങ്ങളിലാണ് പ്രയർ മീറ്റിംഗ് കൂടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ പാവം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ കൃപ വർദ്ധിച്ചു. അതുകൊണ്ട് എന്താണ്, നമുക്കിങ്ങനെ ഈ ഓൺലൈൻ വഴി വീടുകളിൽ ഇരുന്ന് മീറ്റിംഗ് കൂടാൻ ഈശോ വഴി തുറന്നു. അപ്പൊ നിങ്ങൾക്ക് അത്രയും കൂടി എളുപ്പമാക്കി തരികയാണ്. അപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണമെങ്കിൽ ആദ്യമേ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിലും ഈശോയുമായിട്ട് ബന്ധത്തിൽ വളരണമെങ്കിൽ അവന് ഈശോ നൽകുന്ന ആദ്യത്തെ അടയാളം എന്താണെന്ന് അറിയാവോ? കൂട്ടായ്മയാണ്. ശിഷ്യന്മാരെ ശ്രദ്ധിച്ചു നോക്കുക. ശിഷ്യന്മാർ ആദ്യം ചെയ്ത് ഈശോ ആ ശിഷ്യന്മാർ എന്താണോ ചെയ്യേണ്ടത് വ്യക്തിപരമായി, ഇനി ആ 3 വർഷം കഴിയുമ്പോൾ എന്താണോ ചെയ്യേണ്ടത്, ആദ്യമേ പ്രാർത്ഥനയുടെ ഒരു ലീഡറിന്റെ കൂടെ, ഈശോയാകുന്ന ലീഡറിന്റെ കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ശിഷ്യന്മാർക്ക് ആദ്യം. അപ്പം ഒരു വ്യക്തി പ്രാർത്ഥന പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിശുദ്ധിയിൽ വളരണമെങ്കിൽ ദൈവിക കാര്യങ്ങൾ വളരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഒരു ആത്മാവിനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകറ്റണമെങ്കിൽ ആദ്യം അവന് കൂട്ടായ്മയിൽ നിന്ന് അവനെ അകറ്റാൻ നോക്കും പിശാച്. കൂട്ടായ്മയിൽ കയറാൻ മടി, കൂട്ടായ്മയിലേക്ക് വരാൻ മടി. എന്തുകൊണ്ടാണ്? ഈ കൂട്ടായ്മയിൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഒരു പ്രത്യേക ശക്തി കൂട്ടായ്മയിൽ നിന്ന് കിട്ടും, കൂട്ടായ്മയിൽ നിന്ന് ബോധ്യങ്ങൾ കിട്ടും. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യും? മാറ്റാൻ പറ്റും. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത് മുപ്പരി ചരട് വേഗം പൊട്ടുകയില്ല. 3 ചരട്, 3ആയിട്ട് പിരിച്ച ചരടുണ്ടല്ലോ, വേഗം പൊട്ടുകയില്ല. അപ്പൊ കൂട്ടായ്മയിലുള്ള വ്യക്തിക്ക് എപ്പോഴും ബലമുണ്ടാകും. അപ്പം നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിശാചിനെ പിടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഓൺലൈൻ മീറ്റിംഗ് കൂട്ടായ്മയിൽ കയറാനുള്ള മടി നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. മടിയിലൂടെ വരും. സമയമില്ല, പിന്നെ കയറാം, അല്ല പിന്നെ ചെയ്യാം, പിന്നെ പോകാം, ഇനി സമയം ഉണ്ടല്ലോ. അങ്ങനെ ഓരോ ദിവസങ്ങളും കൂട്ടായ്മയിൽ കയറാൻ നിങ്ങളെ തിരക്കിലാക്കി മടിയിലാക്കി നിങ്ങളെ എന്ത് ചെയ്യും? മാറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥന ആത്മാവിന്റെ ഭക്ഷണമാണ്. അപ്പം നിങ്ങൾ ശരീരത്തിന്റെ ഭക്ഷണം നമ്മൾ ഒരു ദിവസം 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അയ്യോ ഇന്ന് തിരക്കാണ് കേട്ടോ, എന്നിട്ട് ഞാനിത് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ സമയം കണ്ടെത്തും. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന പിന്നെ ആത്മീയതയുള്ള ഈശോയുടെ ബന്ധത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുവാൻ വ്യക്തിപരമായിട്ടും അല്ലെ കൂട്ടായ്മ തന്നിരിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും 24 മണിക്കൂറാണ് ഈശോ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരോരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നു. പരിശുദ്ധ അമ്മ പറയുന്നു, സ്കൂളിൽ പഠിക്കുന്ന വ്യക്തികള്, കോളേജിൽ പഠിക്കുന്ന കുട്ടികള് രാവിലെയും വൈകിട്ടുമായിട്ട് അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെ മൊത്തത്തിൽ 1 മണിക്കൂർ. ഇനി നമുക്ക് ബസ്സിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാം, അല്ലാതെ വ്യക്തിപരമായ സമയങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒന്ന് സമൂഹമായുള്ള കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന, വ്യക്തിപരമായുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു,
നമ്മൾ വചനത്തിൽ ഇങ്ങനെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:5 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്ടിക്കാരെ പോലെ ആകരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗിലും തെരുവീതിലും കോണിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു. എന്നിട്ട് ഈശോ പറയാണ്, എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ രഹസ്യമായ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ഒന്ന് കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന. അപ്പൊ രഹസ്യ പ്രാർത്ഥനയിൽ ഒരു വ്യക്തിക്ക് വളരണമെങ്കിൽ കൂട്ടായ്മയുമായിട്ടുള്ള പ്രാർത്ഥനയിൽ ആദ്യം വരുന്ന വ്യക്തി, ആത്മീയതയിൽ വരുന്ന വ്യക്തി കൂട്ടായ്മയുമായിട്ട് ചേർന്ന് നിൽക്കണം. ഒരു കുട്ടി ആഗ്രഹിക്കുകയാണ്, എനിക്ക് നേഴ്സിംഗ് പഠിക്കണം, പഠിത്തമെല്ലാം കഴിഞ്ഞു. പക്ഷെ ആ കുട്ടി വീടുകളിലുള്ള കൂട്ടുകാരുമായിട്ട് കളിച്ചു നടക്കുന്നു, ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നു. ഒരു ആൺകുട്ടിയാണെന്ന് വിചാരിക്കുക, ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നു. അവൻ എങ്ങനെയാണ് നേഴ്സിംഗ് പഠിക്കുന്നത്? നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ നേഴ്സിംഗ് പഠിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെടുകയും അവിടെയുള്ള വ്യക്തികളുമായിട്ട്, ഡോക്ടർമായിട്ട് അവൻ ബന്ധപ്പെടുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കൂടെ ഇടപെടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ വ്യക്തി നേഴ്സായി തീരുള്ളൂ. ഒരു വ്യക്തി എനിക്ക് പ്രാർത്ഥനയിൽ വളരണം എന്ന് ആഗ്രഹിക്കുകയും കൂടുതലുള്ള കൂട്ടായ്മ ആരുമായിട്ടാ, കൂട്ടുകെട്ട് ആരുമായിട്ടാ, അപ്പൊ നമ്മൾ ചിന്തിക്കുക. അപ്പൊ പ്രാർത്ഥനയിൽ നമുക്ക് വളരണമെങ്കിൽ, വിശുദ്ധിയിൽ വളരണമെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകും. അതുകൊണ്ട് കൂട്ടായ്മ ഇല്ലാതെ ഒരു വ്യക്തിയും വളരത്തില്ല. അതുകൊണ്ടാണ് ഈശോ നമുക്ക് തരുന്ന ഓൺലൈനായാലും എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ തരും. അപ്പൊ പിശാച് പറയും, എടാ ഇതെന്നും ഉള്ളതല്ലേ, ഇടയ്ക്കൊക്കെ കൂടിയാൽ മതി. എന്തിനാണ്? നമ്മുടെ ആത്മാവിനെ അവന് നേടണമെങ്കിൽ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്ന്, പ്രാർത്ഥന ഒരു ബന്ധമാണ്. രണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്. കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയും കൂട്ടായ്മ പ്രാർത്ഥന വഴി നമ്മൾ ശക്തിപ്പെടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളെ ആക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടാനാണ്. കാരണം പിശാച് എപ്പോഴും വരുന്നത്, ശത്രു വരുന്നത് നമ്മള് പള്ളിക്കകത്തിരിക്കുമ്പോഴും കൂട്ടായ്മയിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് സാത്താൻ വരുന്നത്. അപ്പോൾ നമ്മളിലുള്ള പ്രാർത്ഥിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ ദൈവിക കൃപയെ മോഷ്ടിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞുകൊള്ളുക. അപ്പം ഒന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലാത്തൊരു കുട്ടി ചിന്തിക്കുക, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഓർക്കുന്നുണ്ട്, ഒരു വ്യക്തി ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കാൻ എങ്ങനെയാന്ന് അവർക്ക് അറിയത്തില്ല. അവരെന്നെ എതിരോ അന്നത്തെ ഓരോരുത്തരും മാറി മാറി പ്രാർത്ഥിക്കും. അപ്പൊ പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് അത് നോക്കിയൊക്കെ വായിച്ചാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് വളരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട, കൂട്ടായ്മയായിട്ട് ചേർന്ന് നിൽക്കുക, നിങ്ങൾ അതിൽ വളരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മളെ കൂട്ടായ്മ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന, കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് സാത്താൻ നമ്മളെ ആക്രമിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ ദാഹമുണ്ട്, അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെ പ്രാർത്ഥിക്കുന്ന ദാഹത്തെ പിശാച് മോഷ്ടിക്കുന്നത് ആദ്യമായി ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ ഉള്ളിലെ വികാരത്തെ ഉണർത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വികാരത്തെ ഉണർത്തുന്നത്? ഉദാഹരണമായിട്ട് എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ ഭയങ്കര ആനന്ദം. അപ്പൊ നമുക്ക് വീടുകളിലോ കോളേജിലോ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ദേഷ്യം ഉണ്ടാകുവാനുള്ള കാര്യങ്ങൾ പിശാച് ക്രമീകരിച്ചു വെക്കും. അപ്പോൾ ഒരു വ്യക്തി ദേഷ്യപ്പെടുമ്പോൾ അവന് പ്രാർത്ഥിക്കുവാനുള്ള ആനന്ദം നഷ്ടപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിലെ ദേഷ്യപ്പെടുവാനുള്ള സാഹചര്യം പിശാച് ഒരുക്കി വെക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബാക്കി എന്ത് ജഡികമായ വികാരത്തെ ഉണർത്തുമ്പോഴും പ്രാർത്ഥിക്കുവാനുള്ള ദൈവിക കാര്യങ്ങളോടുള്ള തീഷ്ണത, ദാഹത്തെ ഈ പിശാച് മുരടിപ്പിച്ചു കളയും. അപ്പൊ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിച്ചോണം, നമ്മളിലുള്ള ജഡീകതയെ, നമ്മളിലുള്ള ദേഷ്യം, അങ്ങനത്തെ എന്തെങ്കിലും വികാരത്തെ ഉണർത്തുവാൻ പിശാച് ക്രമീകരിച്ചു. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ആനന്ദം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവരൊന്നെങ്കിൽ ഏകനായിരിക്കുമ്പോൾ യേശുവായിട്ട് അവന് ബന്ധം ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്തുണ്ടാകും? നമ്മുടെ കുര്യമറ്റത്തിലച്ഛൻ എപ്പോഴും പറയും, ഈശോ നിന്നെ തൊടുന്നില്ലെങ്കിൽ സാത്താൻ നിന്നെ തൊടും. അതാണ്, ഈശോ നിന്നെ തൊടാൻ നീ അനുവദിക്കുന്നില്ലെങ്കിൽ സാത്താൻ നിന്നെ തൊടും. അപ്പോൾ ഈശോ മരുഭൂമിയിൽ ഏകാന്തതയിൽ ഇരുന്നപ്പോഴാണ് സാത്താൻ അടുത്തേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ ശക്തി. പള്ളിക്കകത്തേക്കാട്ടിലും കൂടുതലായിട്ട് പള്ളിക്ക് പുറത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ ആവശ്യം. അവിടെയാണ് പിശാച് കടന്നു വരും. അവിടെ നമ്മൾ അപ്പം ഞാൻ അത്രയും പറയണം. ഇനി പ്രാർത്ഥിക്കുമ്പോൾ വേറെ രണ്ട് രീതിയിൽ, മറ്റു രീതിയിലും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു, പ്രാർത്ഥന ഒരു ബന്ധമാണ്. രണ്ട്, പ്രാർത്ഥനയ്ക്ക് വളരണമെങ്കിൽ കൂട്ടായ്മയുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണം.
ഇനി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്. ഇനി മധ്യസ്ഥ പ്രാർത്ഥന പലരും എങ്കിലും പറയണം. ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. എന്താണ് ഭൗതിക അനുഗ്രഹങ്ങൾക്കുള്ള പ്രാർത്ഥന? നമുക്ക് പരീക്ഷയെ ജയിക്കണം, ജോലി കിട്ടണം, രോഗം മാറണം, വീട് വെക്കണം. ഇങ്ങനെ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്നവർ ഇഷ്ടംപടിയുണ്ട്. അതെ, ഈശോ പറയുന്നില്ല, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ഞാൻ കൂട്ടിച്ചേർത്തോളാം, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയ്ക്കാണ് സ്വർഗം വലിയ വില കൽപ്പിക്കുന്നത്, ആത്മാക്കളുടെ. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പഴയ നിയമത്തില് മോശയുടെ നിയമം അനുസരിച്ച് നിയമാവർത്തനം 28 അധ്യായം വായിക്കുമ്പോൾ, നീ ഇന്നത് ചെയ്താൽ ദൈവം നിന്നെ ഇന്നത് അനുഗ്രഹിക്കും, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ഉള്ള ഒരു തീറ് നിൽക്കുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? ഈ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുവാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ചിന്തയുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ മെഴുകുതിരി എത്തിക്കുന്നു, നേർച്ചയിടുന്നു, അല്ലെ നോവന ചെയ്യുന്നു, ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുവാൻ വേണ്ടി. ആ ഒരു അനുഗ്രഹം പഴയ നിയമത്തിൽ നിൽക്കുന്ന ആ ബേസിലാണ് ഈശോ പുതിയ നിയമത്തിൽ വരുന്നത്, പുതിയ നിയമമായി വരുന്നത്. എന്താണ്? ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഈ ഭൗതിക അനുഗ്രഹങ്ങൾ തരുവാനല്ല ഈശോ കുരിശിൽ മരിക്കാൻ വരുന്നത്, ആത്മാവിനെ രക്ഷിക്കുവാനാണ്, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. ഇനി നമ്മൾ ശ്രദ്ധിച്ചേ, ഒരു വ്യക്തി രോഗിയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് ഒരിക്കലും യേശുവായിട്ട് സമ്പാദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ രോഗം തടസ്സമല്ല. ഒരു വ്യക്തി ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് ഈശോയുമായിട്ട് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഈശോയുടെ ബന്ധത്തിൽ വളരുവാനോ തടസ്സമല്ല, സ്വർഗത്തിൽ പോകാൻ തടസ്സമല്ല. തടസ്സം എന്ന് പറയുന്നത് എന്താണ്? പാപമാണ്, അശുദ്ധിയാണ്. അതാണ് ഈ സ്വർഗത്തിൽ പോകുവാനും ആത്മാക്കളെ രക്ഷിക്കുവാനും ഈശോയുടെ ബന്ധത്തിൽ തടസ്സം പാപമാണ്. ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് ഈശോ വന്നത്. ഈശോ വന്നത് പുതിയ നിയമത്തിൽ ഭൗതിക അനുഗ്രഹങ്ങൾ തരുന്നേക്കാട്ടിലും കൂടുതലായിട്ട് പാപത്തിൽ നിന്ന് ഒരു ആത്മാവിനെ രക്ഷിക്കുവാനാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, യേശുവിന്റെ കണ്ണിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്താണ്? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിൽ കിടക്കുന്ന അനേക യുവതി യുവാക്കള്, അശുദ്ധിയില്, പല സ്നേഹബന്ധങ്ങളില്, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾക്ക് ജയിലിൽ കിടക്കുന്ന ആത്മാക്കള്, അതുപോലെ തന്നെ കുടുംബ സമാധാനമില്ലാത്ത മക്കള്, അശുദ്ധിയിൽ കഴിയുന്ന മക്കള്, ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ഈശോയെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗം വലുതായിട്ട് കാണുന്നത്. കാരണം അത് ഒരു വ്യക്തി ഭൂമിയിലിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ കൂടി നിങ്ങളുടെ ഒരു ചിന്ത വരുവേ, അവിടെ കൂടി ഇത് ക്ലിയർ ആക്കി വരാം. അതായത് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചിലവർ ചിന്തിരിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും മുറിക്കാതെ മാറിയിരുന്ന് ഒരു കൊന്തി എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അത് പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ പറയുന്നു, നീ സ്നേഹത്തോടെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പ്രാർത്ഥനയാണ്. നീ സ്നേഹത്തോടെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പ്രാർത്ഥനയാണ്. അതാണ് കൊച്ചുരസ്യ എന്ന് പറയുന്ന വ്യക്തി പുറത്തെങ്ങും പോയി ശുശ്രൂഷ ചെയ്യാതെ ഒരു ഇല എടുത്ത് മാറ്റിയാലും ഈശോയെ ഒരാത്മാവിനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ഏത് പ്രവൃത്തി വീടുകളിലായാലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും സ്നേഹത്തോടെ ചെയ്യാൻ പിശാച് സമ്മതിക്കുകയാണ്. വെറുപ്പിച്ച് ഇഷ്ടക്കേടോടെ, അമ്മ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു, ഇഷ്ടക്കേടോടെ വെറുപ്പോടെ ചെയ്യാനേ പിശാച് നമ്മളെ സമ്മതിക്കുള്ളൂ. സ്നേഹത്തോടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ സഹിച്ചതും വേദന സഹിച്ചതും ഒറ്റപ്പെട്ടതും കുരിശിൽ തൂങ്ങിയതും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ പീഡാസഹനത്തോട് ചേർത്ത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന വ്യക്തിപരമായ വേദനകള്, അല്ലെങ്കിൽ ആ വ്യക്തിപരമായി എടുക്കുന്ന ത്യാഗങ്ങള്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിൽ അമ്മ കറി വെച്ചതിൽ ഉപ്പ് കൂടിപ്പോയപ്പോൾ ആ വ്യക്തി ഉപ്പ് കൂടിപ്പോയത് അമ്മയോട് വഴക്ക് പറയാതെ ഇങ്ങനെ പറയും, ഈശോയെ, ഈ ഉപ്പ് കൂടിയ ഭക്ഷണം ഞാനിതാ സ്നേഹത്തോടെ കഴിക്കുന്നു, നീ അനേകം ആത്മാക്കളെ രക്ഷിക്കണമേ, എന്നെ പോലെ യുവാവായിരിക്കുന്ന, യുവതിയായിരിക്കുന്ന, അശുദ്ധിയിൽ കിടക്കുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഇത് കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ അതുവഴി ഈശോ അനേകം ആത്മാക്കളെ നേടും. അതുപോലെ തന്നെ ഒരു വ്യക്തി നടന്നു നിലത്തുനിന്ന് കാലുമുട്ടിയപ്പോൾ ആ വേദനയെ ഈശോയെ നിന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് അനേക പാപത്തിൽ കിടക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്നേഹത്തോടെ സമർപ്പിക്കുന്ന എന്ത് കാര്യവും പ്രാർത്ഥനയാണ്. ഒരു വ്യക്തി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഇപ്പൊ ചൂടാണ്, ഭയങ്കര ആവി എടുക്കുന്നു. ആ ആവിയെയും ആ സഹനത്തെയും മിണ്ടാതിരുന്ന ഈശോയെ, ഈ അസ്വസ്ഥതകളെയും ഈ ആവിയെയും അസ്വസ്ഥതയും ഞാൻ അനേകം ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഇതെല്ലാം പ്രാർത്ഥനയാണ്.
അപ്പൊ നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ടാണ് ഈ നമുക്ക് പാലായി വേരുദാസ് ശുശ്രൂഷ അടങ്ങുമ്പോൾ ചില കുട്ടികള് മിറ്റിലെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എന്താണ് ഈ മിറ്റിലെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥം? മുട്ടയ്ക്ക് ഭയങ്കര വേദന എടുത്താണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? ഈശോ സഹിച്ച വേദനയോട് ചേർത്ത് വെച്ച് ഞാൻ വേദന എടുത്ത് സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുവഴി അനേകം ആത്മാക്കളെ ഈശോ നേടും, അനേകം മക്കൾക്ക് വിടുതൽ കൊടുക്കും. ഇനി ഒരു പോയിന്റോട് ഞാൻ പറയാം. അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നത്? അല്ലെങ്കിൽ ഞാന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ ആത്മാക്കളെ രക്ഷിക്കുവാൻ എന്റെ പ്രാർത്ഥന ദൈവത്തിന് എങ്ങനെയാ ഉപകാരപ്പെടുന്നത്? ഞാനൊരു വേദന സഹിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈശോയ്ക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നത് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ്. അതായത് പാപത്തിൽ ഒരു സാത്താൻ ഒരു വ്യക്തിയെ ബന്ധിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാപത്തിൽ കിടക്കുന്ന ആ വ്യക്തിയോട് പോലും സാത്താനോട് പോലും ദൈവം നീതി കാണിക്കുന്ന വ്യക്തിയാണ്. ഉദാഹരണമായിട്ട്, ഒന്നെങ്കില് പാപത്തിൽ കിടക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കണം പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ഒരു വ്യക്തിയുടെ ആത്മാവിൽ ഈശോയ്ക്ക് ഇടപെടാൻ സാധിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, കരണ്ട് വയറിലൂടെ വരുന്നു, അല്ലെ കരണ്ട് കമ്പിയിലൂടെ വരുന്നു, ട്രെയിന് പാളയത്തിലൂടെ വരുന്നു എന്ന് പറയുന്ന പോലെ ഈശോയുടെ പ്രവൃത്തി വരുന്ന ഒരു മേഖലയാണ് എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിന്റെ ശക്തിയും കൃപയും വരുന്നത്. അതുകൊണ്ട് പാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സാത്താൻ ചോദിക്കും, ഇവന് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ല, നീ എന്തിന് ഇവന്റെ കാര്യത്തിൽ ഇടപെടുന്നു? അപ്പോൾ ഈശോ പറയും, ഈ ആ മകൾക്കുണ്ടായ വേദന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് ഇവന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടും. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലർക്ക് ഭയങ്കര തീഷ്ണത ഉണ്ടാകും, പ്രാർത്ഥിക്കാനുള്ള കൃപ തരും. ഇതെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയായി ഒരു വ്യക്തിയില് ഈശോ വെളിപ്പെടുന്നത് ഈശോയുടെ സ്നേഹമാണ്. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് തീഷ്ണതയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാനുള്ള കൃപയുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ വരം തരുന്നതും വെളിപ്പെടുന്നതും അത് ദൈവസ്നേഹമാണ്. കാരണം മറ്റുള്ളവരോടുള്ള ഈ പാപത്തിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. ഈശോയുടെ സ്നേഹം എന്നിൽ നിറഞ്ഞ് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി എന്നിലൂടെ ഈശോയുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, മറ്റ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതുവഴി അനേകം ആത്മാക്കളെ ഈശോ രക്ഷപ്പെടും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും സ്വാർത്ഥരായി തീരുവാണ്. എനിക്ക് പരീക്ഷ ജയിക്കണം, എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ പോകണം, ഞാൻ അധ്വാനിക്കുന്ന എന്തിനാ? എനിക്ക് വേണ്ടി. ഞാൻ പള്ളിയിൽ പോകുന്ന എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി. ഞാൻ നേർച്ചയിടുന്ന എന്തിനാ? എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി. നമ്മൾ ആരും മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നില്ല. നമുക്കറിയാലോ, മൊബൈൽ ഫോൺ നോക്കാൻ നമ്മൾ എത്രയോ സമയം മാറ്റി വെക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവിതത്തിൽ ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? നമ്മൾ കാണുന്നു നമ്മുടെ സ്കൂളിലുള്ള എത്രയോ മക്കളെ പാപത്തിൽ കിടന്ന് ആ വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടതാണെന്ന് എനിക്കറിയാം, അല്ലെ ആ പെൺകുട്ടിക്ക് ഒരു ചീത്ത സ്വഭാവം ഉണ്ടെന്നറിയാം. ഞാൻ ഈശോയുടെ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഈശോയെ, നീ എന്നെ അറിഞ്ഞത് ആ കുഞ്ഞും ഈശോയെ അറിയണമേന്ന്. അപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇടപെടും. ഇന്ന് പലവരിലും കാണുന്ന പ്രത്യേകത എന്താണ്? പ്രാർത്ഥിക്കുവാൻ ഈശോയുടെ കൃപയുണ്ട്, അല്ലെ പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ട്. അവരെല്ലാവരും പറയുന്നത്, അയ്യോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒരു ലീഡർഷിപ്പിലോട്ട് വന്നാൽ ഞാൻ എങ്ങനെയാവും എന്ന് എനിക്ക് അറിയത്തില്ല. ഈ മോശയെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ മോശ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. മോശ ആദ്യം പറയുന്നത് എന്നാണെന്നറിയോ? ഈശോയെ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഈശോയ്ക്ക് അറിയാമല്ലേ മോശയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ വിളിച്ചത്. ഇതുപോലെ നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ധൈര്യമില്ലെന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ നിങ്ങളെ തെരഞ്ഞെടുത്തത്, ഈ കൂട്ടായ്മയോട് ചേർത്ത് നിൽക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ മോശയെ തെരഞ്ഞെടുക്കും. മോശ പറയുന്ന കാര്യം എന്നാണെന്നറിയോ? മോശ പറയാം, അയ്യോ കർത്താവെ, വേറെ ആരെങ്കിലും വിളിക്കുക, വേറെ ആരെങ്കിലും. അവൻ കഴിവ് പറയുകയാണ്. കൃപയുള്ള വ്യക്തി. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ദീപം കത്തിച്ച് ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. നമ്മളിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്കറിയാം അത് എവിടെ ഉപയോഗിക്കണമെന്ന്. എന്നെയൊക്കെ ഈ പാലാരൂപതയില് GC യൂത്തിന്റെ ആയിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇതാ വരുന്നതെന്ന്. ഞാന് അതിനകത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിൽക്കുമ്പോൾ ഒരു ടീമിൽ നിൽക്കുമ്പോൾ ഒരു 20 പേരുടെ ടീം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 പേരായിരിക്കും തീഷ്ണതയോടെ നിൽക്കുന്നത്. ആ 10 പേര് മതി തീ കത്തിക്കാൻ.
അപ്പം അങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉള്ള പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നിതാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥന ടീമില് 20 പേരുണ്ടെന്ന് വിചാരിക്കുക. 10 പേര് ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പിശാച് വന്നിട്ട് നമ്മുടെ എനിക്കൊക്കെ വന്നിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. ചിന്താമണി എല്ലാവരും കണ്ടില്ലേ, ബാക്കിയുള്ളവരൊന്നും പ്രാർത്ഥിക്കുന്നത്, നീ എന്തിനാ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ലെ നോക്കിയേ, ഈ വൺ ഡേ ശുശ്രൂഷ ചെയ്തിട്ട്, അല്ലെ ഇത്രയും വലിയ പ്രോഗ്രാം ചെയ്തിട്ട് ദിവികാരത്തിന് മുമ്പ് ഇരിക്കാൻ ആരുമില്ലോ, നീയും കുറച്ച് പേരിലുള്ളൂ, നീ എന്തിനാ എന്തോ ഒരു വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരാരും വരുന്നൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ പിശാച് എന്ന് പറയും, നമ്മുടെ മനസ്സിനെ മടുപ്പിക്കും. നമുക്ക് മറ്റ് ജീവിതത്തിലുള്ള വോളണ്ടിയേഴ്സ് എല്ലാം അതിലും അതിലെല്ലാം സ്റ്റേജിന്റെ വഴിയെല്ലാം ഓടി നടക്കുക. നീ എന്നത്, നിന്നെ ആരും കാണുന്നില്ല, നീ ദിവ്യാന്തം എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? മറ്റു ഒറ്റ വ്യക്തികൾക്ക് പോലും പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണതയില്ല, ഒന്നുമില്ല. നീ എന്തിനാ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്? നീ എന്തിനാ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ തരും. എന്താണ് കാരണം? ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാനൊരു വ്യക്തി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, സേവ്യർ ഖാൻ വട്ടായിലച്ചെന്ന ഒരു വ്യക്തി എത്ര പേരോടെ വചനം പറയുന്നത്? ഇപ്പൊ ഞാൻ എന്ന വ്യക്തി നിങ്ങളോട് ഈ സൂം മീറ്റിങ്ങിലൂടെ എത്ര പേരോടെ സംസാരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു വ്യക്തിക്ക് പ്രാർത്ഥനാ ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, 3 പേരുണ്ടെങ്കിൽ അത് മതി ഈശോയ്ക്ക്. ഈശോ 12 പേരെ കൊണ്ടാണ് ലോകം മുഴുവനും ഈ സുവിശേഷം അറിയിച്ചത് എന്ന് പറഞ്ഞതുപോലെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ ഒരു വ്യക്തി ഉറച്ചു നിന്നാൽ, നീ ഒന്നിച്ചു നിന്നാൽ, മറ്റാരുമില്ല ഈശോയെ, ഞാൻ നിൽക്കും ഈശോയെ എന്ന് പറഞ്ഞ് ബലപ്പെട്ട് നിന്നാൽ അതുവഴി ഈശോ അനേകം ആത്മാക്കളും. പക്ഷെ സാത്താൻ ചെയ്യുന്നതിനെതിരോ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് അവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന പറയും, അച്ഛനും അമ്മയും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അമ്മ ഓർക്കും കണ്ട മക്കളൊന്നും വരുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത്? ആ കുടുംബത്തിൽ പ്രാർത്ഥന നടക്കാതിരിക്കുവാൻ വേണ്ടി സാത്താൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് നീ ആണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പറയും, കണ്ടോ അപ്പം വരുന്നില്ല, അവരാണ് ടിവിയുടെ മുന്നിൽ, ഇനി ഞാൻ അമ്മ പറയും, ഒരു വീട്ടിൽ ചെന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞതാ, അവരാരും പ്രാർത്ഥിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ ഇതിന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? കണ്ടോ, അങ്ങനെ തെറ്റായ ചിന്ത കൊടുത്ത് ആ കുടുംബത്തിൽ നടക്കേണ്ട കുടുംബ പ്രാർത്ഥന സാത്താൻ പുറത്തു തട്ടിക്കളയും. എന്ന് പറയുന്ന പോലെ ഇന്റർസെഷൻ ടീമിലായാലും മധ്യസ്ഥ പ്രാർത്ഥനയിലായാലും മറ്റുള്ളവരൊന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ, മറ്റുള്ളവരാരും പ്രാർത്ഥിക്കാൻ വരുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനീ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയായി നിൽക്കുന്നത്? ഒരു കൂട്ടായ്മ ആരെങ്കിലൊക്കെ ചെയ്തോളും. അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി ഈ നിന്നിലുള്ള കൃപ കൂട്ടായ്മയിൽ ഉപയോഗിക്കാതിരിക്കാൻ പിശാച് എപ്പോഴും ശ്രദ്ധിക്കും. നിന്നിൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കാതിരിക്കുവാൻ നിന്നെ കൂട്ടായ്മയിൽ നിന്ന് അഭിഷേകമുള്ള വ്യക്തിയെ മാറ്റിക്കൊണ്ട് പോകും പിശാച്. കൂട്ടായ്മ കയറാതിരിക്കുക, വേറെ തിരക്ക് കൊടുത്ത് എല്ലാ വ്യക്തികളും വരുന്നതല്ല, കൂട്ടായ്മ ലീഡ് ചെയ്യാനുള്ള വ്യക്തികൾ എല്ലാവർക്കും കൃപയുണ്ട്. ചിലവർക്ക് പ്രാർത്ഥിക്കാൻ ഒന്നുമില്ലെങ്കിലുള്ളൂ, ആ വ്യക്തി കൂട്ടായ്മ വന്നാൽ മതി, ആ സാന്നിധ്യം കൊണ്ട് ഈശോ അനേക ആത്മാക്കളെ നേടും. ചിലവർക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും അറിയത്തില്ല, ചുമ്മാ പക്ഷെ ആ കൂട്ടായ്മ കയറിയാൽ മതി. നമ്മൾ കൂട്ടായ്മ കയറി എന്നതിന്റെ പേരിൽ ഈശോ അനേകം ആത്മാക്കളെ നേടും. ഈശോ അതല്ലേ, ആ കൊച്ചു വിധവയിൽ നിന്ന് ആ ചെറിയ തൊട്ട് പോലും വലുതായിട്ട് നമ്മൾ സ്നേഹത്തോടെ ആയിരിക്കും കൂട്ടായ്മയെ വരണം. ഈശോയെ, എന്റെ ഇന്നത്തെ ഒരു പ്രാർത്ഥന വഴി, എന്റെ സാന്നിധ്യം വഴി ഒരാത്മാവിനെ എങ്ങനെ നേടണമേ ഈശോയെ എന്ന് പറഞ്ഞ് നമ്മൾ വന്നാൽ അതുവഴി ഈശോ നേടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടിയ ദൈവത്തിന്റെ കൃപ തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും കൃപ കിട്ടത്തില്ല, അല്ലെ? പ്രാർത്ഥിക്കുവാനുള്ള ഒരു ലീഡർഷിപ്പ് ചിലവർക്ക് അത് പ്രത്യേക ഒരു വിളിയാണ്. അത് അനേകം മക്കൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ലോകത്തിൽ കിടക്കുന്ന അനേകം മക്കൾ പ്രാർത്ഥിക്കാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടുന്നവരുടെ പ്രത്യേകത എന്നാ? മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ബലപ്പെടുകയും ചെയ്യണം. എങ്ങനെയായിട്ടാണ്? മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട്. അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇത്ര നാളായി, അങ്ങനെ അറിയാനല്ല, അവരെയും ചേർത്ത് പിടിക്കണം. ഈശോ അങ്ങനെയല്ലേ, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനായിരിക്കും. അങ്ങനെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക, പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ വിളിയെ, അല്ലെ നിങ്ങൾ കൊടുക്കുന്ന ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ പിശാച് ചെറുതായിട്ട് കാണിക്കും. ഒരു കുറെ 10 ആഴ്ച കൂടി, 1 മാസമായി, 2 വർഷമായി, ഓ ഇത് ഇത്രയേ ഉള്ളൂ, ഇനി ഇടയ്ക്കൊക്കെ കൂടാം, കുഴപ്പമില്ല. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂട്ടായ്മയെ പിശാച് ചെറുതാക്കി കാണിക്കും. അല്ലെങ്കിൽ തുടർന്ന് എപ്പോഴും നടന്നുകൊണ്ട് പോകും, അതിനെ മീച്ചമില്ലാതാക്കി തീർക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിന്റെ തീഷ്ണതയിൽ നിന്ന് ഒരു വ്യക്തി വരുമ്പോൾ അതുവഴി അനേകം ആത്മാക്കൾ നേടും. കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതായത് ഒരു വ്യക്തി ധ്യാനം കൂടി, അല്ലെ പ്രാർത്ഥിക്കാൻ പോയി, അണക്കരയിൽ പോയി ധ്യാനം കൂടി, അല്ലെ കൂട്ടായ്മയിൽ വന്നു, അല്ലെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ നല്ല ചൈതന്യമുണ്ട്, പ്രാർത്ഥിക്കാൻ നല്ല അഭിഷേകമുണ്ട്. ആ വ്യക്തിയുടെ അടുത്തേക്ക്, അല്ലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ അടുത്തേക്ക് സാത്താൻ ആദ്യമായി വരുന്നത് മടിയുടെ രൂപത്തിലാണ് വരുന്നത്. അതായത് ഒരു വ്യക്തി രാവിലെ അണക്കരയിൽ പോയി പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി, ആ വ്യക്തി വന്ന് വീട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി അല്പസമയം കഴിയുമ്പോഴത്തേനും പതുക്കെ പതുക്കെ മടിയുടെ ആത്മാവ് കടന്നു വരും. മടിയുടെ ആത്മാവ് കടന്നു വന്നിട്ട് നീ എഴുന്നേൽക്കുന്ന സമയത്തെ, പരിശുദ്ധ കുർബാനയ്ക്ക് നേരത്തെ പ്രാർത്ഥിച്ചൊരുക്കുന്ന സമയത്തെ, അപ്പം മടി വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചോണം. മടി ഉറക്കം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതെന്ന് വെക്കുക. ആ സമയത്ത് മനഃപൂർവ്വം, അതാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ്.
അപ്പൊ രാവിലെ കേൾക്കുന്ന മടിയല്ല, ഇപ്പൊ സമയം ഇച്ചിരി തണുപ്പാണല്ലോ, ഇങ്ങനെ മടി വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൃപ അവൻ കൊണ്ടുപോകും. അപ്പൊ മടി ഒരിക്കലും വളരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുമ്പസാരിച്ച് ഒരുങ്ങി പെട്ടെന്ന് തന്നെ ആദ്യം പ്രാർത്ഥിക്കാൻ കൃപയുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക്, അല്ല കൂട്ടായ്മയായിരിക്കും എന്ത് തീക്ഷ്ണമുള്ള വ്യക്തിയുടെ അടുത്തേക്ക് സാത്താൻ ആദ്യമായിട്ട് വരുന്നത് മടിയുടെ രൂപത്തിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ആദ്യം ധ്യാനം കൂട്ടിയിട്ട് വന്നിട്ട് കിടക്കും. അപ്പം ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് 4 ജപമാലയെല്ലാം ചൊല്ലിട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് അന്നത്തെ നിയോഗത്തോടെ പോകാൻ പഠിയാണ്. അങ്ങനെ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം എന്റെ വ്യക്തിപരമായ അനുഭവം, ഇത്ര നാളത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ പതുക്കെ പറയും ഇച്ചിരി നേരോടെ കിടക്കാം, അങ്ങനെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ പതുക്കെ പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേ, പത്രോസിനെയും യോഹനാനെയും ഈശോ 3 പേരെ വിളിച്ചുകൊണ്ട് യസ്മേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് പ്രാർത്ഥനയിൽ അവർ ഉറങ്ങിപ്പോകും. അവിടുന്ന് വെച്ച് ഈശോയെ പിടിച്ചോണ്ട് പോയിക്കുമ്പോൾ പത്രോസ് ഈശോയെ തള്ളിപ്പറയും. പല സമയങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പല സമയങ്ങളിൽ നമ്മൾ പാപത്തിലും പാപത്തിന്റെ പ്രലോഭനത്തിലും വീണു പോകുന്നതിന്റെ ഒരു കാരണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പല മേഖലകളിലും പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാതെ പല കാര്യങ്ങളും ഒരു ദിവസം വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മൾ പല മേഖലയും വീണു പോകുന്നതിന്റെ കാരണം പ്രാർത്ഥിക്കേണ്ട സമയം ഉഴപ്പി നമ്മൾ മാറ്റുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാകരുത്. പ്രഭാതത്തിൽ അന്നത്തെ ദിവസത്തെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ, ഞാനിത് പോകുന്ന വഴികളെ, വാഹനത്തെ കയറുന്ന വഴികളെ എല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായം ഉണ്ടായിരിക്കണമേ. ഇന്ന് ഈശോ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടണമേ. ഈശോയെ കുറിച്ച് പറയാൻ എന്നെ അനുവദിക്കണമേ. ഇങ്ങനെ നമ്മൾ അന്നത്തെ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ പഠിക്കാൻ എല്ലാ ദൈവം നല്ല കൃപയിൽ നമ്മൾ നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ പ്രാർത്ഥിക്കാൻ കൃപയുള്ളവര്, അത് ഈ കാലഘട്ടത്തിൽ അനേക യുവതീവാക്കള്, കുഞ്ഞുങ്ങള്, നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പാപത്തിന്റെ അടിമത്തത്തിലാണ്. ദേഷ്യം, അരിശം, നിങ്ങൾ ഓരോ ദിവസം കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ കൃപ കിട്ടിയ വ്യക്തികൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൃപയുള്ള വ്യക്തികൾ ഒന്നിച്ച് ചേരുക, ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് നിൽക്കുക. നിങ്ങൾ ഒരു ചിലപ്പോൾ ഓൺലൈൻ വഴി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചിരുന്നു, അത് സ്വർഗത്തിന് വലിയതാന്നേ. പക്ഷെ നിങ്ങൾ ഓർക്കും, അയ്യോ, ചിലപ്പോ ഒരു വ്യക്തിയായിരിക്കും അതിനുവേണ്ടി മുൻപന്തി നിൽക്കുന്നത്. ആ വ്യക്തി നിൽക്കണം. ആ വ്യക്തി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ ആശിഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ തെരഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ട്, നന്മ വരെ അങ്ങനെ ഓരോ കാര്യം ക്രമപ്പെട്ട് വരുന്നത്. ഈ ആശിഷ് നിന്നില്ലേ ആര് വരും? അന്ന് പറയുന്ന പോലെ നിങ്ങൾ വഴി ഈശോ അനേക ആത്മാക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ വിശ്വസ്തനായിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കണം. പക്ഷെ നമ്മൾ വീണ് പോകും. പക്ഷെ കുമ്പസാരിച്ച് നമ്മൾ ഏറ്റുവരണം.